റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുനമ്പം വിഷയത്തിൽ ഇടപെടലിന് കേരള കോൺഗ്രസ് എം. മുനമ്പത്ത് മധ്യസ്ഥ നീക്കം നടത്താനാണ് ശ്രമം. വന്യജീവി പ്രശ്നവും സജീവ ചർച്ചയാകും. തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ ജനകീയ ഇടപെടൽ നടത്താനാണ് നീക്കം. ഇത് രാഷ്ട്രീയ നേട്ടത്തിന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കണമെങ്കിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് തന്നെ പ്രവർത്തിക്കണം. ഇപ്പോൾ മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിം ലീഗൊക്കെ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ സമാനമായൊരു ഇടപെടലിലാണോ ഇപ്പോൾ കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ അസ്തിത്വം, രാഷ്ട്രീയ നിലനിൽപ്പ് എന്നിവ പ്രധാനപ്പെട്ട ചരിത്രസന്ധിയിൽ എത്തി നിൽക്കുന്നു എന്നത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. അത്തരം സാഹചര്യത്തിൽ കൂടുതൽ ജനകീയ ഇടപെടൽ നടത്തുകയും അതുവഴി രാഷ്ട്രീയ പ്രസക്തി കൂടുതൽ ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായ ഒരു രാഷ്ട്രീയ ഘട്ടമാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, മുന്നണി മാറ്റം അടക്കം സജീവ ചർച്ച നടക്കുന്നുണ്ട്. UDF-ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിലവിളക്കും നെയ്ത്തിരിയും ഒക്കെയായി കാത്തിരിക്കുന്നവരുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് എമ്മിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ചില ആളുകൾക്ക് മുന്നണി വിടാൻ താല്പര്യവുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ഘട്ടം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ കേരള കോൺഗ്രസ് എം എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം, പ്രത്യേകിച്ച് അതിൻ്റെ സാമുദായിക സമവാക്യങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷവുമായി കേന്ദ്രീകരിച്ചും ഒപ്പം നായർ സമുദായവുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുമാണ്. അത്തരം വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന രാഷ്ട്രീയമായ പ്രതിസന്ധി. അതുകൊണ്ടാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനമുള്ളത്. ഒന്ന് മുനമ്പം വിഷയമാണ്. മുനമ്പം പ്രശ്നത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. നേരത്തെ വഖഫ് നിയമ ഭേദഗതിയിലടക്കം ചില പ്രത്യേക വകുപ്പുകളെ പിന്തുണയ്ക്കും എന്ന നിലപാടൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഈ മുനമ്പം സമരസമിതിയുടെ ഭാരവാഹികൾ ജോസ് കെ മാണിയെ നേരിൽ പോയി കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സ്റ്റീഫൻ ജോർജ്, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ചെയർമാൻ കൂടിയാണ്, മുനമ്പത്തെത്തുകയും അവരെ കാണുകയും ചെയ്തിരുന്നു. സർക്കാരിന് മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി ചികിത്സ കഴിഞ്ഞ് വരുന്നതോടുകൂടി ഒരു സമ്മർദ്ദ ശക്തിയായി നിലകൊള്ളും എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. വന്യജീവി പ്രശ്നങ്ങളിൽ വനം വകുപ്പ് മന്ത്രിയുമായി കോർക്കുന്നതടക്കം നമ്മൾ കണ്ടു. മന്ത്രി അതൃപ്തി പരസ്യമാക്കുന്നത് കണ്ടു. പക്ഷേ ഈ വിഷയങ്ങളിൽ പ്രധാനമായും ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി നിൽക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് മുന്നോട്ടുള്ള പോക്കിന് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്നാണ് അവരുടെ നിലപാട്. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. ഇടപെടലുകൾ ഉണ്ടാവണം, എങ്കിൽ രാഷ്ട്രീയമായി നിലനിൽക്കാൻ സാധിക്കും.